അസ്സലാമു അലൈക്കും. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. പുതിയൊരു റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വീണ്ടും ഒരു ഇഡ്ഡലി റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത്. മുമ്പ് ബാദാം ഫ്ലോറും പനീറും ഉപയോഗിച്ച് നമ്മളൊരു ഇഡ്ഡലി റെസിപ്പി ഷെയർ ചെയ്തിരുന്നു. അതൊരുപാട് പേർക്ക് ഇഷ്ടമായി എന്നറിഞ്ഞു. എന്നാൽ അതിനേക്കാൾ ചിലവ് കുറഞ്ഞൊരു റെസിപ്പിയാണ് ഇന്നത്തേത്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. ഇവിടെ ഞാൻ കുറച്ച് വെള്ളം തിളക്കാൻ വേണ്ടിയിട്ട് ഇഡ്ഡലി പാത്രത്തിൽ വെച്ചിട്ടുണ്ട്. നമുക്ക് ഇഡ്ഡലി തട്ടിൽ ഒന്ന് എണ്ണ വരട്ടി വെക്കാം. ഇപ്പം ഞാൻ 2 ഇഡ്ഡലി തട്ടിലും എണ്ണ വരട്ടി കഴിഞ്ഞു. ഇനി അടുത്തത് ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. പനീർ ഇത് 200 ഗ്രാം ഉണ്ട്. ഇതിൽ നിന്ന് 1 കപ്പ് എടുക്കാം. പിന്നെ വേണ്ടത് കോക്കനട്ട് ഫ്ലോറാണ്. ഇത് ഡെസിഗ്രേറ്റഡ് കോക്കനട്ടോ അതല്ലെങ്കിൽ ഞാനിതവിടെ തേങ്ങാപ്പാൽ പിഴിഞ്ഞെടുത്തിട്ടുള്ള ബാക്കി പീര ഞാൻ ഇതുപോലെ ഒരു പാത്രത്തിലിട്ടിട്ട് ഫ്രീസറിൽ സൂക്ഷിക്കും. എന്നിട്ട് ഇതുപോലെ കുറച്ച് കൂടുതൽ ആവുമ്പോൾ അതെടുത്തിട്ട് ഉണക്കി സൂക്ഷിക്കും. ഉണക്കിയാൽ പിന്നെ ഫ്രീസറിൽ സൂക്ഷിക്കേണ്ട, പുറത്ത് തന്നെ ഇരിക്കും. അപ്പോൾ ഇത് വെച്ചിട്ടാണ്, ഇത് ഉണക്കിയിട്ടൊന്നുമില്ല. ഇത് ഞാനിപ്പം ഫ്രീസറിൽ നിന്ന് പുറത്ത് വെച്ചിട്ട് തണുപ്പൊക്കെ പോയതാണ്. ഇതാണ് ഞാൻ ഇഡ്ഡലിക്ക് വേണ്ടിയിട്ട് എടുക്കുന്നത്. പിന്നെ വേണ്ടത് സ്പീലിയം ഹസ്ക് ആണ്. ഇതാണ് ഞാൻ വാങ്ങിക്കുന്ന സ്പീലിയം ഹസ്ക് അഥവാ ഇസബ്ഗോൾ എന്ന് പറയുന്നത്. ഇത് ഗൾഫിലെ എല്ലാ ബക്കാല കടകളിലും കിട്ടും. നാട്ടിലാണെങ്കിലും ഓൺലൈനിൽ കിട്ടും. പിന്നെ ഇതിൻ്റെ മുന്നേ ഞാൻ ഇതിൻ്റെ ബോക്സ് കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. അത് ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റി അടച്ചു വെച്ചത് കൊണ്ടാണ് ബോക്സ് കാണിക്കാതിരുന്നത്. ബോക്സ് ഞാൻ കളഞ്ഞിരുന്നു. അപ്പോൾ ഇതാണ് ഞാൻ വാങ്ങിക്കുന്ന ബ്രാൻഡ്. പലപ്പോഴും ഇതിനെക്കുറിച്ച് ഒരു വീഡിയോ ഇടുമ്പം എല്ലാവരും ചോദിക്കാറുണ്ട് ഇത് എന്താണ് സംഭവം എന്നൊക്കെ. അപ്പോൾ ഇതൊരു നാച്ചുറൽ ഒരു ഫൈബറാണ്, വെജിറ്റബിൾ ഫൈബറാണ്. പിന്നെ ഇത് ഡയറ്റിൽ അനുവദിച്ചതാണ്. വെജിറ്റബിളിലെ സൊല്യൂബിൾ ഫൈബർ ആയതുകൊണ്ട് നമുക്ക് അലോവ്ഡ് ആയിട്ടുള്ള കാർബാണിത്. ഗ്രെയിൻസിൽ പെടുന്നൊരു കാർബേ അല്ല. പിന്നെ വേണ്ടത് 2 സ്പൂണ് തൈര്, പുളിയുള്ള തൈര്, 1/2 ടീസ്പൂണ് ബേക്കിംഗ് പൗഡർ മതി. പിന്നെ വേണ്ടത് ഓയിലാണ് 2 സ്പൂണ്. ഞാനിവിടെ വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പും വേണം. അപ്പോൾ ആദ്യം നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് പൊടിച്ചെടുക്കാം. ഞാൻ അതിന് വേണ്ടിയിട്ടൊരു ചോപ്പർ എടുത്തിട്ടുണ്ട്. നമ്മുടെ വീട്ടിലുള്ള ഒരു മിക്സിയുടെ ബ്ലെൻഡർ എടുത്താലും മതി. എൻ്റെ കയ്യിൽ ഇപ്പോൾ ഞാനൊരു അളവിൻ്റെ ഒരു കപ്പ് എടുത്തിട്ടുണ്ട്. ഒരു കപ്പ് കോക്കനട്ട് പൊടി. ഈ ബോക്സ് ഞാനിപ്പോൾ തുറക്കുന്നേ ഉള്ളൂ. തുറന്നു കഴിഞ്ഞാൽ ഇതിനകത്ത് ഇങ്ങനെ ഒരു പാക്കാണ്. സ്പീലിയം ഹസ്ക് വേണ്ടത് 10 ഗ്രാമാണ്. ഈ ഒരു ടേബിൾ സ്പൂണ് നിറയെ എടുത്താൽ അത് 10 ഗ്രാം ആകും. ഇതൊരു 100 ഗ്രാമിൻ്റെ പാക്കറ്റാണ്. ഈ 100 ഗ്രാമിൻ്റെ പാക്കിന് വില 9 റിയാലാണ്. അപ്പോൾ നാട്ടിലും ഇവിടെയൊക്കെ വിലയൊക്കെ സെയിമാണ്. ഓൺലൈനിൽ വാങ്ങിക്കുമ്പോഴും ഏകദേശം ഈ ഒരു വില വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ പൊട്ടിച്ച് കഴിഞ്ഞാൽ പിന്നെ ഇതിട്ട് വെക്കാൻ ഈ പാത്രം അത്ര ഒരു സെക്യൂർ അല്ല. അതുകൊണ്ടാണ് ഞാൻ മറ്റൊരു പാത്രത്തിലേക്ക് ഇത് മാറ്റിയിട്ട് അടച്ച് വെക്കുന്നത്. കേട് വരുമൊന്നുമില്ല. പക്ഷേ ഇനിയിപ്പം വരുന്നത് തണുപ്പുള്ള കാലമാണ്. ഇത് തണുപ്പുള്ള സീസണിലാവുമ്പോൾ ഇതിനൊരു എന്താ പറയുക, നനവ് പോലെ വീട്ടിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. മുന്നേ ഞങ്ങൾ വാങ്ങി ഉപയോഗിച്ചിരുന്നു. ഇപ്പൊക്കെ ഷുഗറിന് നല്ലതാണെന്നും പറഞ്ഞിട്ടാണ് ഉപയോഗിച്ചിരുന്നത്. പക്ഷേ രാവിലെ മോഷനൊക്കെ നല്ല സുഖമായിട്ട് പോകും. അപ്പോൾ തണുപ്പ് കാലമാകുമ്പോൾ നമുക്കൊരു കണ്ടെയ്നറിലിട്ട് അടച്ച് വെക്കുകയാണ് നല്ലത്. ഇനി ഇടുന്നത് 1/2 ടീസ്പൂണ് ബേക്കിംഗ് പൗഡർ. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്. ഇതെല്ലാം കൂടെ ഒന്ന് പൊടിച്ചെടുക്കാം. നമ്മളെ നാട്ടിലുള്ള മിക്സി ആണെന്നുണ്ടെങ്കിൽ അത് മതി കേട്ടോ. ഇവിടെയുള്ള മിക്സിക്ക് ഇത് എല്ലാം കൂടെ ഇട്ട് പൊടിച്ചെടുക്കാനൊരു സൗകര്യം പോരാ. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ ചോപ്പർ എടുത്തത്. ഈ 200 ഗ്രാം പനീർ ഏകദേശം 2 കപ്പാണുള്ളത്. അപ്പോൾ നമ്മൾ 1 കപ്പ് കോക്കനട്ട് ഫ്ലോറാണ് എടുക്കുന്നതെങ്കിൽ 2 കപ്പ് പനീർ എടുക്കാം. ഇനി ഇതിലേക്ക് നല്ല പുളിയുള്ള തൈര് 2 ടേബിൾ സ്പൂൺ ചേർക്കാം.
ഇനി 2 ടേബിൾ സ്പൂൺ ഓയിൽ ചേർക്കാം. എല്ലാം കൂടെ ഒന്ന് പൊടിക്കാം. മിക്സിയുടെ ജാറിലാണെങ്കിലും ഉണ്ടാവും വലിയ കഷ്ണങ്ങളൊക്കെ ഇതുപോലെ ഒരു സൈഡിലേക്ക് പൊങ്ങി നിൽക്കുന്നത്. അപ്പോൾ തുറന്നിട്ടൊന്ന് അതൊക്കെ ഒന്ന് ഇങ്ങനെ ഉള്ളിലേക്ക് ആക്കി കൊടുക്കാം. ഒന്നും കൂടി അരക്കാം. പൊടിയും ബാക്കിയുണ്ടെങ്കിൽ ഒന്നും കൂടെ ഇങ്ങനെ ഒന്ന് സൈഡിലേക്കുള്ളതൊക്കെ ഒന്ന് ഇറക്കി കൊടുത്തിട്ട് ഒന്നുകൂടി അരച്ചെടുക്കാം. ഇപ്പോൾ ഇത് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഈ പൊടിച്ചെടുത്ത മാവിനെ കൈവച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ചപ്പാത്തിയൊക്കെ കുഴക്കുന്ന പോലെ കുഴച്ചെടുക്കാൻ കഴിയും കേട്ടോ. ഇതിന് മുൻപ് ഉണ്ടാക്കിയപ്പം കയ്യിലൊട്ടുന്നൊരു പ്രവണത ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പം അങ്ങനെയല്ല, കയ്യിലൊട്ടുന്നൊന്നുമില്ല. ഇനി നമുക്കിതൊരു ഇഡ്ലിയുടെ ഷേപ്പാക്കിയിട്ട് ഇഡ്ലി തട്ടിൽ വെച്ച് കൊടുക്കാം. മുൻപ് നമ്മൾ ചെയ്തപ്പോൾ ഒരു ഇഡ്ലി ബാക്കിയായിരുന്നു. അപ്പോൾ നമുക്ക് കറക്റ്റ് അളവാക്കി കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, ഇങ്ങനെ ഇരിക്കുന്നതിനെ നമുക്ക് സെയിം ആക്കിയിട്ട് മുറിച്ചെടുക്കാം. ഒരേ പാകത്തിന് മുറിച്ചെടുക്കാം. എന്നാൽ പിന്നെ ബാലൻസ് വരില്ല. ഇതിപ്പോൾ ഇനി 2 തട്ടിൽ 8 കുഴിയാണുള്ളത്. അപ്പോൾ 8 എണ്ണാക്കിയിട്ട് പാകാക്കിയെടുക്കാം. ഈ പകുതിയെ നമുക്ക് 4 കഷ്ണാക്കാം. ഇനി ഓരോ കഷ്ണത്തെയും ഇഡ്ലി ഷേപ്പ് ആക്കിയിട്ടെടുക്കാം. അന്ന് നമ്മൾ ചെയ്തത് നല്ലതായിട്ട് കയ്യിലൊട്ടിയിരുന്നു. പക്ഷെ ഇത് നല്ല ഇത് കേട്ടോ, കയ്യിലൊട്ടുന്നില്ല. അപ്പോൾ ഇതാ 2 തട്ടിൽ നമ്മൾ റെഡിയാക്കി കഴിഞ്ഞു. അവിടെ ഇഡ്ഡലി തട്ടിൽ വെള്ളം തിളച്ചിട്ടുണ്ട്. ഇനി ഇത് അതിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് 10 മിനിറ്റ് കഴിഞ്ഞിട്ട് ഇത് തുറന്ന് നോക്കാം. ഇപ്പോൾ ഇതാ ഇഡ്ഡലി വേവാൻ വെച്ചിട്ട് 10 മിനിറ്റായി. ഞാൻ തീ ഓഫ് ചെയ്ത് ഇതൊന്ന് തുറന്ന് നോക്കാം. ആഹാ, അൽഹംദുലില്ല, ഇഡ്ഡലി നല്ല ഉഷാറായി വെന്തിട്ടുണ്ട്. നന്നായിട്ട് പൊങ്ങി നിന്നിരുന്നു. എയറൊക്കെ ഒന്നാണ്ട് പോയപ്പോൾ ഒന്ന് താഴ്ന്നു. എന്തായാലും ഇത് പുറത്തെടുക്കാം. എന്തുകൊണ്ടാണെന്നറിയില്ല, ഞാൻ 2 തവണ ഇഡ്ഡലി തയ്യാറാക്കിയപ്പോഴും ഇതിങ്ങനെ പരന്നുകൊണ്ട് നിന്ന്. ബദാം ഇഡ്ഡലി ഇതേപോലെ തന്നെയായിരുന്നു. തൊട്ട് നോക്കുമ്പം വലിയൊരു ഉറപ്പൊന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. അതായത് സോഫ്റ്റായിട്ട്, അതേപോലെ തന്നെ ഇതും ഇപ്പം സോഫ്റ്റായിട്ടാണ് ഇരിക്കുന്നത്. എന്തായാലും ഇത് ചൂടാറട്ടെ. ചൂടാറിയതിന് ശേഷം പുറത്തെടുക്കാം. ഇനി ഇത് പതുക്കെ ഇതിൽ നിന്ന് എടുക്കാം. അന്നത്തെ പോലെ തന്നെ കുറച്ചും കൂടെ ഒരു കരുത്ത് തോന്നുന്നുണ്ട്. എന്നാലും ഇഡ്ഡലിൻ്റെ ഷേപ്പ് തന്നെ ഇരിക്കുന്നുണ്ട്. നമ്മൾ സാധാരണ ഇഡ്ഡലിയൊക്കെ ചെയ്യുന്ന പോലെ ഇങ്ങനെ സൈഡ് ഇളക്കിയിട്ട് എടുക്കാനും പറ്റുന്നുണ്ട് കേട്ടോ. നമ്മൾ ഇഡ്ഡലി ഒന്ന് ചൂടാറി കഴിഞ്ഞാൽ നമ്മൾ സൈഡൊന്ന് ഇങ്ങനെ ആക്കി കൊടുക്കുമല്ലോ.
നല്ല ഉഷാറായിട്ട് നല്ല വൃത്തിയായിട്ട് കിട്ടുന്നുണ്ട്. പതുക്കെ ഒന്നിങ്ങനെ സൈഡിൽ നിന്നൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്നിങ്ങനെ തട്ടി കൊടുത്താൽ തന്നെ സ്മൂത്തായിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ LCHF ഇഡ്ഡലി ഇവിടെ റെഡി ആയി കഴിഞ്ഞു. മറ്റതിനേക്കാളും ബദാം പൊടിയൊന്നുമില്ല, നമ്മൾ വീട്ടിലുള്ള തേങ്ങ പിഴിഞ്ഞെടുത്ത പീരയാണ് ഇതിലേക്ക് ഇട്ടിട്ടുള്ളത്. ബാക്കി പനീറിൻ്റെ ഒരു ആവശ്യമുള്ളൂ. അപ്പോൾ 2 പേർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും തയ്യാറാക്കിയത് കേട്ടോ. അപ്പോൾ ഇതാ ഇഡ്ഡലി ഞാനിവിടെ കഴിക്കാനായിട്ട് എടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല കരുത്തിൽ തന്നെയാണ് ഇരിക്കുന്നത്. ഇതിലേക്ക് ഞാൻ ചുമന്ന ചട്നിയാണ് തയ്യാറാക്കിയിട്ടുള്ളത്. കഴിഞ്ഞ തവണത്തെ ഇഡ്ഡലി പോലെയല്ല, കുറച്ചും കൂടെ ഒക്കെ ഒരു കരുത്തുണ്ട്. ഇതുപോലെ ചട്നിയുടെ കൂടെ ഒക്കെ കഴിച്ചിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട്. ഇനി തനിച്ചൊന്ന് കഴിച്ചു നോക്കട്ടെ. ബട്ടർ കോഫിയുടെ കൂടെയോ കട്ടൻ ചായയുടെ കൂടെയൊക്കെ തനിച്ചും കഴിക്കാം. തനിച്ച് കഴിക്കാനും ടേസ്റ്റ് ഉണ്ട്. പക്ഷെ ഇങ്ങനെ ഈ ചട്നിയൊക്കെ കൂട്ടി കഴിക്കുമ്പോഴാണ് നമുക്ക് ഇഡ്ഡലിയൊക്കെ കഴിച്ച ഒരു സുഖം കിട്ടുക. ഒരു ദിവസം രാത്രിയാണ് ഞാനിത് ഭക്ഷണത്തിനായിട്ട് കഴിച്ചത്. രാവിലെയോ ഉച്ചക്കോ നമുക്ക് വിശക്കുമ്പോഴാണല്ലോ ടൈം. വിശക്കുമ്പോൾ എപ്പോൾ ആണെങ്കിലും 10 മിനിറ്റ് കൊണ്ട് വേവിച്ചെടുക്കാവുന്ന ഒരു റെസിപ്പിയാണിത്. പിന്നെ ചട്നിയല്ലേ, ചട്നി പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. ചിലവ് കുറഞ്ഞ രീതി എന്നതാണ് ഇതിൻ്റെ പ്രത്യേകത. അപ്പോൾ ട്രൈ ചെയ്യണം. എന്നിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ അറിയിക്കണം. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും നമസ്കാരം.